കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അർദ്ധരാത്രിയോടെ അനന്തപുരിയിലെത്തി. ഇന്ന് BJP പ്രവർത്തകർക്ക് വലിയ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ദിവസമാണ്. BJP സംസ്ഥാന കാര്യാലയം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം രാവിലെ 11:30 സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം, മാരാർജി ഭവന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃസംഗമത്തിലും BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള 7-നില ബഹുനില കെട്ടിടത്തിൻ്റെ സവിശേഷതകൾ, ഒപ്പം അതിൻ്റെ പശ്ചാത്തലം, ചരിത്രം ഒക്കെയാണ്. ഇന്നിനി അദ്ദേഹത്തിന് പ്രധാനമായി മറ്റു 2 പരിപാടികളുള്ളത്. ഒന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃസംഗമമാണ്, മറ്റൊന്ന് സംസ്ഥാന നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതായത് ഏറെ ഗൗരവമേറിയ മറ്റു പരിപാടികളും ഇന്ന് നടക്കാനിരിക്കുന്നു അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഏറെക്കാലമായുള്ള BJP പ്രവർത്തകരുടെ സ്വപ്നമാണ്. അതായത് ഈ തലസ്ഥാനത്തൊരു സംസ്ഥാന കാര്യാലയം, അതിന് ഇന്ന് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ആ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു. അവിടെ തന്നെ KG മാരാരുടെ അടക്കം ചരിത്രം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഇവിടെയാണ് ഈ വാർഡ് തല നേതൃസംഗമം നടക്കുക. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള വാർഡ് തലത്തിൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തും. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലുള്ളവർ, അതായത് ഒരു വാർഡിൽ നിന്നും 5-അംഗ സംഘവും പക്ഷേ വെർച്വലായിട്ട് കൂടെ അവർ ഈ ഒരു നേതൃസംഗമത്തിൻ്റെ ഭാഗമാകുകയാണ്. അങ്ങനെ 1.5 ലക്ഷത്തോളം പേർ ഈ നേതൃസംഗമത്തിൻ്റെ ഭാഗം വെർച്വലായിട്ടാകും. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന 25,000 പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ തന്നെ കൃത്യമായുള്ള മാർഗനിർദ്ദേശം കൂടെയാണ് ഈ ഒരു നേതൃസംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ, അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി തന്നെ ഈ എങ്ങനെയായിരിക്കണം കേരളത്തിൽ BJPയുടെ വളർച്ച, ഇനിയുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കണം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, അതിന് കൂടുതൽ, അതായത് പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു നേതൃസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായും ഈ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനം, അതായത് സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷമാകും അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുക. അതിനു മുമ്പ് തന്നെ ഈ കസേരകളെല്ലാം നിറയുമെന്നുള്ളതാണ്. എല്ലാ പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തും. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുകയാണ്. അതായത് പോലീസിൻ്റെ വലിയ സുരക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തകർക്ക് ഇരിക്കുവാനുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വേദി ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും സംസ്ഥാന നേതാക്കളും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ നേതൃസംഗമത്തിൽ, അതായത് വാർഡ് തല നേതൃസംഗമത്തിൽ പങ്കെടുക്കാൻ നിരവധി പ്രവർത്തകരാണ് എത്തുന്നത്. എന്തായാലും ആദ്യം സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനമാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ നേതൃസംഗമം നടക്കുക. അതിനുശേഷം സംസ്ഥാന നേതൃയോഗമുണ്ടാകും. ആ നേതൃയോഗത്തിൽ വരുന്ന ഈ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പഠനം, അതോടൊപ്പം തന്നെ ചർച്ചയൊക്കെ ഉണ്ടാകും. അതിനുശേഷമാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പോവുക. അവിടെ ക്ഷേത്ര ദർശനവും ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ ഈ ഒരു വേദിയാണ്. ഇവിടെ എല്ലാം അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ഇനി അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വരവേൽക്കുവാൻ വേണ്ടി ഇവിടെ നിരവധി പ്രവർത്തകരെത്തും. എന്തായാലും അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും BJP പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെയും ഓരോ പ്രവർത്തകർക്ക് നൽകുന്ന ആ ഒരു ആത്മവിശ്വാസം അത് ചെറുതല്ല. എന്തായാലും ഇവിടെ ഈ വേദിയുടെ ചുമതലയൊക്കെയുള്ള, അതായത് ഇവിടെ ആദ്യഘട്ട തയ്യാറെടുപ്പുകൾക്കും ഈ അവസാനഘട്ട തയ്യാറെടുപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാണ്, അവരും ഈ സംഗമത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ എത്ര പ്രവർത്തകരെയാണ് ഇവിടേക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു 25,000 to 30,000 പേരാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വാർഡ് തല ശില്പശാലകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ? കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വാർഡ് തല നേതൃയോഗമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രവർത്തകർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശം, ഇനിയുള്ള തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ കൂടുതൽ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഏകദേശം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ സംസ്ഥാന കാര്യാലയം അത് ഏറെക്കാലത്തെ സ്വപ്നമാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണത്. അതാണിന്ന് നിറവേറ്റാൻ പോകുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും നേരത്തെ തന്നെ ഈ വാർഡ് തല ശില്പശാലകൾ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നേതൃസംഗമം. ഈ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കളല്ല, അതായത് കാര്യകർത്താക്കളാണ്. എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകുകയാണ്. അത്തരത്തിൽ തന്നെയാണ് ഈ വാർഡ് തലത്തിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകും. അത് വാർഡ് തലത്തിൽ മാത്രമല്ല, അത് ബൂത്ത് തലത്തിൽ ഉത്തരവാദിത്തങ്ങൾ നൽകും. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഈ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത്,
ഇടപെടേണ്ടത്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ഈ കേന്ദ്ര പദ്ധതികൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, BJPയുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലാണ് എത്തിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ശില്പശാലകൾ വഴി, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നേതൃസംഗമങ്ങൾ വഴി എല്ലാം നൽകുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ഓരോ ഘട്ടവും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും BJPയെ സംബന്ധിച്ചിടത്തോളം എന്നും വളർച്ച തന്നെയാണ്, കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി അവർക്ക് എങ്ങനെയാണ് കൂടുതലായി ഈ ആശയം അല്ലെങ്കിൽ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നേതൃസംഗമം, അതായത് വാർഡ് തലത്തിലുള്ള പ്രവർത്തകരെ എത്തിച്ച് കേന്ദ്രമന്ത്രി, അതായത് അമിത്ഷാ തന്നെ നേരിട്ട് അവരോട് സംവദിക്കുകയാണ്, അവർക്ക് നിർദ്ദേശം നൽകുകയാണ്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഇനി അല്പസമയം കഴിയുമ്പോഴേക്കും ആ ഒരു നേതൃസംഗമമൊക്കെ നമുക്ക് കാണാം. അതിനുശേഷമാണ് ഈ നേതൃയോഗം നടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംസ്ഥാന ഭാരവാഹികൾ, അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പുതിയൊരു ടീമാണ്, അതായത് വികസിത ടീം എന്നുള്ളത് ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ, വികസനത്തിൻ്റെ ആ ഒരു ചർച്ചയിലൂടെയാണ് ഇനി കേരളത്തിൽ BJP ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ടീമാണ് ഇനി മുതലുള്ളത്. അത്തരത്തിലൊരു ടീമിനെ ആണ് കഴിഞ്ഞ ദിവസം മനോജ്, പുതിയ ടീം ലക്ഷ്യം 1-1, അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ കൂടെ കൂട്ടുന്ന ഒരു വാചകമുണ്ട്, വികസിത കേരളം എന്നത്. അതായത് അമ്പേ പാളിപ്പോയ കടക്കണിയിലായ ഒരു സംസ്ഥാനത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഞങ്ങളിലേക്ക് ചേരൂ എന്ന ഒരു മുദ്രാവാക്യം, വികസിത കേരളം. അത് ആ വേദിയുടെ മുന്നിലും അക്ഷരങ്ങളായി അണിനിരന്ന് നിൽപ്പുണ്ട്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അതായത് വരാനിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണല്ലോ. തീർച്ചയായും സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇവിടെ എത്തുന്ന പ്രവർത്തകർക്ക്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു സന്നാഹം രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിലയിരുത്തുകൾ, അതോടൊപ്പം പരിശോധനകളും നടക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും. ഈ പുത്തരിക്കണ്ട മൈതാനത്തേക്ക് ഈ പ്രവർത്തകർ എത്തുമ്പോൾ അവിടെ പിന്നീട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തിവിടില്ല. കൃത്യമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും, അതായത് സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള, അല്ലെങ്കിൽ ഈ റോഡ് മാർഗമാണ് അദ്ദേഹം വരിക. അപ്പോൾ അതിനുവേണ്ട സൗകര്യമൊരുക്കും. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി കൃത്യമായും ഈ സുരക്ഷ വിലയിരുത്തിയിട്ടുണ്ട്. എത്തരത്തിലാണ്, അതായത് ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ നൽകേണ്ട സുരക്ഷ, അതിനെയൊക്കെ തന്നെ കൃത്യമായുള്ള പരിശോധനകൾ. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല തവണയും സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതായത് ഇപ്പോൾ കേന്ദ്രമന്ത്രി വരുമ്പോൾ തന്നെ പലതവണ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗവർണറുടെ ഉൾപ്പെടെയുള്ള കാര്യം നമുക്കറിയാം. ഗവർണർക്കെതിരെ സമരം നടക്കുമ്പോൾ പോലും ഈ SFI അനുകൂലികൾ, അല്ലെങ്കിൽ CPM അനുഭാവികളെയൊക്കെ തന്നെ സഹായിക്കുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബാരിക്കേഡുകൾ, അതായത് ഈ പ്രവർത്തകർ ഇരിക്കുന്നതിനിപ്പുറം ഈ ബാരിക്കേഡ് പോലുള്ള ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴിയാണ് അദ്ദേഹം നടന്നു വരിക, അല്ലെങ്കിൽ ഈ നേതാക്കളൊക്കെ നടന്നു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അദ്ദേഹം ആ വേദിയിലേക്കാണ് എത്തുക. ആ വേദിയിലെത്തി അവിടെയുള്ള ഇരിപ്പിടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുന്നിൽ തന്നെ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ വികസിത കേരളം എന്നുള്ള ഒരു ആ അക്ഷരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു വാക്ക് മുന്നോട്ട് വച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേതൃസംഗമവും നടക്കുന്നത്, വാർഡ് തല നേതൃസംഗമം നടക്കുന്നത്. അത്തരത്തിലൊരു വികസന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുക, വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും എല്ലാം നമുക്കറിയാം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്ത് വരുന്നതും അത് തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ച, അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പല സംഭവ വികാസങ്ങൾ, ഇതൊക്കെ തന്നെയാണ് വലിയ ചർച്ചയായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ വികസിത കേരളം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനം
പ്രവർത്തനം നടക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ BJPയുടെ പുതിയൊരു വികസിത ടീം ഇവിടെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. അവരൊക്കെ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു പ്രവർത്തനം മുൻപിൽ നിന്ന് നയിക്കുക. എന്തായാലും അതിനുവേണ്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുവാനാണ് ഇവിടേക്ക് പ്രവർത്തകരെല്ലാം എത്തുന്നത്. അവർക്ക് ആവേശം പകരുന്നതും ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ വാക്കുകൾ. എന്തായാലും ആ സമയത്തിന് വേണ്ടി, അതായത് സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനമുണ്ട്, അത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുക. സംസ്ഥാന കാര്യാലയത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഏറെക്കാലത്തെ സ്വപ്നം. അതുതന്നെയാണ് അത്രയധികം കാത്തിരിപ്പോടുകൂടി KG മാരാരുടെ ആ ചരിത്രമൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമയുണ്ട്, അതുകൂടെ അനാച്ഛാദനം ചെയ്തൊരു വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യാലയത്തിലേക്ക് പ്രവേശിക്കുക. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. അതിനുള്ള കാത്തിരിപ്പിലാണ് ഈ കേരളത്തിലും അതോടൊപ്പം തന്നെ മറ്റെവിടെയുമുള്ള, അതായത് BJP എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള BJPയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്. അതായത് കൂടുതലായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ BJP നടത്തിയിട്ടുള്ള ജനകീയ സമരങ്ങളിലും അതോടൊപ്പം തന്നെ BJP ഇടപെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും ഈ കരുത്തായി നിന്നത് പൊതുജനങ്ങളാണ്. കാരണം അവരൊന്നും തന്നെ BJPയുടെ പ്രവർത്തകരല്ല, പക്ഷേ പൊതുജനങ്ങൾക്ക് BJP വളരെയധികം ആ ഒരു ആത്മവിശ്വാസം നൽകി, വളരെയധികം ഈ അവർക്ക് കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു പ്രചോദനം BJP നൽകി എന്നുള്ളതാണ്. അതുതന്നെയാണ് കഴിഞ്ഞ പല പരിപാടികളിലും, അതായത് പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം കൂടുതലായും പൊതുജനങ്ങൾ ആ പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് വികസനം ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായി പൊതുജനങ്ങൾ BJPയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് കേരളത്തിലും നമ്മൾ കണ്ടുവരുന്നത്. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം അതിന്ന് മറ്റു പ്രസ്ഥാനങ്ങൾക്കാൾ ഏറ്റവും കൂടുതൽ ജനകീയമായി ജനസ്വീകാര്യത നേടിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തകരും കൂടുതലായി ഈ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുകയാണ്. അതിൻ്റെ ഒരു വാർഡ് തല നേതൃസംഗമമാണ് ഇന്ന് നടക്കുന്നത്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങളും എല്ലാം, അതായത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ഇനി റോഡിലുൾപ്പെടെ വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കാരണം ഈ കേന്ദ്രമന്ത്രി വരുമ്പോൾ കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട്, പ്രവർത്തകർ കൂടാതെ. അപ്പോൾ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്കൊക്കെ, അതായത് ഈ വാർഡ് തല നേതൃസംഗമത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കുമൊക്കെ നമുക്കിനി വരുന്ന മണിക്കൂറുകളിൽ പോകാൻ സാധിക്കും. ആദ്യഘട്ടം സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനമാണ്. കൃഷ്ണരാജ്. മനോജാണ് സുദീർഘമായ വിവരങ്ങൾ നൽകിയത്.